ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? അപ്പം ഇന്ന് നമ്മളൊരു ചെറിയൊരു ലഞ്ച് റെസിപ്പിയും അതേപോലെ തന്നെ കേക്കിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിലുള്ളത് ചെയ്യാൻ പോകുന്നത്. അപ്പം ലഞ്ചിനെന്ന് പറയുമ്പം കപ്പയ്ക്ക കൊണ്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പയ്ക്ക സാമ്പാർ കഴിച്ചിട്ടുണ്ടോ എല്ലാവരും? ഇതൊരു പാലക്കാടൻ രീതിയിലുള്ള സാമ്പാറാണ്. പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സൈഡ് ഡിഷും കൂടിയിട്ടുണ്ട്. അത് വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നുണ്ട്. കോഫി വെച്ചിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി നാളായി റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ റെസിപ്പിയും കൂടെ ഈ ഒരു വ്ളോഗിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ കേക്ക് സാധാരണ പാനിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എല്ലാവർക്കും എളുപ്പമായിരിക്കുമല്ലോ. അപ്പം അവനിൽ വെച്ച് ചെയ്യുമ്പം അവൻ ഇല്ലാത്തവർക്ക് ഒരു ഇച്ചിരി കഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സാധാരണ പാനിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാതും കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ കൈപ്പയ്ക്ക സാമ്പാർ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് വേവിക്കാൻ വെക്കുകയാണ്. ഇനി ഇതൊരു 2-3 വിസിൽ വെച്ചാൽ മതി. അതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ കപ്പയ്ക്ക നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഞാനൊരു തക്കാളി ചമ്മന്തിയാണ് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി ഇതുപോലെ റഫായിട്ട് നമുക്ക് മുറിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനിതിപ്പം ഇങ്ങനെ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി എടുക്കുന്നുള്ളൂ. അതും ഇതുപോലെ ഒരു 4 ആക്കിയിട്ടോ അല്ലെങ്കിൽ 6 ആക്കിയിട്ടോ അങ്ങനെ കട്ട് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് പച്ചമുളക് വേണം. അപ്പോൾ ഞാൻ നമ്മുടെ വെളിയിൽ നിൽക്കുന്ന പച്ചമുളക് പറിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിപ്പം പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ട് പച്ചമുളക് നിൽക്കുന്നുണ്ട്. ഇത് പച്ചമുളക് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഗാർഡനിൽ. ഇനി നമ്മൾക്ക് ഈ പച്ചമുളകിൻ്റെ ഞെട്ടിയും കൂടെ കളഞ്ഞിട്ട് നമ്മൾക്കിനി മിക്സറിലിട്ടിട്ട് ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പറ്റുള്ളൂ. ഇനി അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കുഞ്ഞുകുഞ്ഞായിട്ട് അരിയുമല്ലോ നമ്മൾ, അതുപോലെ അരിഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്താലും മതി. പക്ഷെ ചതച്ചിട്ട് എടുക്കുമ്പം കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റേ ഇതുണ്ടല്ലോ, നമ്മൾക്ക് ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംഭവം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവും. ഇങ്ങനെ വലിച്ച് കറക്കിയിട്ട് അതിനെ മുറിച്ചെടുക്കുന്നത്. അങ്ങനത്തെ വെജിറ്റബിൾ കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അങ്ങനെ ആകുമ്പോഴും കിട്ടും. പക്ഷെ ഇല്ലെങ്കിൽ മിക്സിയിൽ ചെയ്താലും മതി. പിന്നെ ഞാൻ ഇതിലോട്ട് പുളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊരു പുളി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾക്ക് നല്ല തിളച്ച എണ്ണയാണ് 1 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നല്ല ഒരു ഇതുണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് വരിക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയാം. അത്രയേ ഉള്ളൂ, നമ്മുടെ സൈഡ് ഡിഷ് റെഡിയായി. ഇത്ര ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നമ്മുടെ പരിപ്പും വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി കപ്പയ്ക്ക അരിഞ്ഞു വെച്ചതും കൂടെ ഇതിലോട്ട് ചേർക്കാം. റൗണ്ടിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടിയും കൂടെ ഇടണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഇടാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് പുളി വെള്ളം ഒഴിക്കണം. പുളി ഞാൻ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി അതിൻ്റെ ആ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഒരു നെല്ലിക്ക അളവിൽ എടുത്താൽ മതി. കാരണം ഞാനിപ്പം 1 കൈപ്പയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾക്ക് വേവിച്ചെടുക്കണം ഈ കൈപ്പയ്ക്ക. ഇപ്പോൾ ഈ പുളി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കൈപ്പയ്ക്ക വേവിക്കുന്ന സമയത്ത് നമ്മൾക്ക് അത്ര കയ്പുണ്ടാവില്ല ഈ കറിക്ക്. ശരിക്കും ഒട്ടും കയ്പുണ്ടാവില്ല. ഇത് കൈപ്പയ്ക്ക കറിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയ്പുണ്ടാവും എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. കാരണം പുളിയിലിട്ട് വേവിച്ച് കഴിയുമ്പം ആ കറിക്ക് ഒട്ടും കയ്പുണ്ടാവില്ല. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൈപ്പയ്ക്ക സാമ്പാറാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വെറും തേങ്ങയാണ്. തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ചെയ്യുന്നത്. വേറെ ഒന്നും ഇതിലോട്ട് ചേർക്കണില്ല.
തേങ്ങ മാത്രം ഇട്ട് അരച്ചാൽ മതി. അതിനുശേഷം അതിലാവശ്യത്തിനുള്ള വെള്ളം കൂടെ കലക്കിയിട്ട് ഒഴിക്കാം നമുക്ക്. പിന്നെ ഇത് പരിപ്പൊക്കെ ഇട്ടിട്ട് വെക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം, ഇല്ലെങ്കിൽ നല്ല കട്ടിയായി പോവും. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ലൂസായിട്ട് ചാറ് പോലെയൊക്കെയാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് പിന്നെ ഇടാനൊക്കെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കടുക് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളിയും കുഞ്ഞുള്ളി, അതുപോലെ കുഞ്ഞുള്ളി അല്ല സവോളയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്, കുഞ്ഞുള്ളിയാണ് ശരിക്കും വേണ്ടത്. പിന്നെ കടുകും കറിവേപ്പിലയും ഇത്രയാണ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. അത്രയേ ഉള്ളൂ, കൈപ്പയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. പിന്നെ ഞാൻ കുറച്ച് പപ്പടം കൂടെ കാച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്രയല്ലേ ഉള്ളൂ. അപ്പം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ലഞ്ച് മെനു ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഈസി ആണല്ലോ. കൈപ്പയ്ക്ക കറി വെക്കാനാണെങ്കിലും അധികം സമയമൊന്നും വേണ്ട. അപ്പം ട്രൈ ചെയ്തതിന് ശേഷം ശരിക്കും അഭിപ്രായങ്ങളൊക്കെ പറയണേ. കാരണം നല്ല ടേസ്റ്റിയാണ്. ആ ചമ്മന്തിയൊക്കെ നമ്മൾക്ക് ചുമ്മാ കഴിക്കാം. ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ആ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട ശരിക്കും കറിയായിട്ട്. എന്നാലും ഇത് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഉച്ചയൂണൊക്കെ നല്ലതായിട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലാണ്, ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾക്ക് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ഇടണം. ഇൻസ്റ്റൻറ്റ് ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾക്ക് സാധാരണ കാപ്പിപ്പൊടി ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളത്തിലിട്ടാലും മതി, ഒരുപാട് വെള്ളം വേണ്ട. എന്നിട്ട് ആ ഒരു തിളപ്പിച്ചെടുത്തത് ഒന്ന് അരിച്ചെടുത്തിട്ട് ഈ പാലിലൊഴിക്കാം. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടും. ഇല്ലെന്ന് വെച്ചാൽ ഇതുപോലെ ഇൻസ്റ്റൻറ്റ് പൊടി ഇടുക. ഞാനിപ്പോൾ 3 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇത് കറക്റ്റായിരുന്നു, നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇനി അത് നമ്മൾക്കൊന്ന് മാറ്റി വയ്ക്കാം, തണുത്തതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഒരു പാത്രത്തിലോട്ട് ബട്ടർ ഇടുക. ഒരു 8 ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ട്. ഒരു സ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മൾക്ക് ബീറ്ററിനെ ഉപയോഗിക്കണമെന്നില്ല, സാധാരണ ഫോക്ക് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ബട്ടർ ഒന്ന് സോഫ്റ്റായി വരുന്ന വരെയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ സോൾട്ട് നമ്മുടെ ഇതിലോട്ട് ചേർക്കണില്ല. സാധാരണ സോൾട്ടഡ് അല്ലാത്ത അൺസോൾട്ടഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം പൊടി ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി ബട്ടറിൽ നമ്മൾ ആ കാപ്പിയുടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് പൊടികൾ ചേർക്കണം. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. എന്ന് വെച്ചാൽ 250 ഗ്രാം ഉണ്ടാവും 1 കപ്പ്. ഇനി ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർക്കണം. അതൊരു 1.5 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. അപ്പം ബേക്കിംഗ് സോഡ ആയതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ. അഥവാ ബേക്കിംഗ് പൗഡർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3 ടീസ്പൂൺ എടുക്കണം. അപ്പം ബേക്കിംഗ് രണ്ടും കൂടെ എടുക്കേണ്ട ആവശ്യമില്ല. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഏതെങ്കിലും ഒന്നാണെങ്കിലും മതി. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. അരിച്ച് തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ ബേക്കിംഗ് പൗഡറോ സോഡയോ ഇട്ടതെല്ലാം നന്നായിട്ട് മിക്സ് ആവുള്ളൂ. പിന്നെ സോൾട്ടഡ് അല്ല ഉപയോഗിച്ചെങ്കിൽ ബട്ടർ നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർക്കണം. ഇതിപ്പോൾ ഞാൻ സോൾട്ടഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഉപ്പ് ചേർക്കാത്തത്. ഇനി ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മാവ് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് ഒരു വിനെഗർ ആഡ് ചെയ്യണം. അത് 1 ടേബിൾ സ്പൂൺ വിനെഗറാണ് നമുക്ക് ചേർക്കേണ്ടത്. കാരണം സോഡ ചേർക്കുന്നത് കൊണ്ട് അതൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് വിനെഗറും കൂടെ ചേർക്കുന്നത്. ഇനി നമ്മൾക്ക് ആ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം പാനിലാണല്ലോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാനിൽ ബട്ടർ തടവിയിട്ട്, ബട്ടറിൻ്റെ ആ ഒരു പേപ്പറിലുള്ള അത് സംഭവമാണ് തടവിക്കുന്നത്. ഇനി ഇതിലോട്ട് പൊടിയും കൂടെ ഇട്ടിട്ട്, പൊടി ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാരണം പാനിൽ വെക്കുന്നതുകൊണ്ട് ഒരു ഡൗട്ട്, അത് കരിഞ്ഞ് പോവില്ലെന്നൊരു ഇതുള്ളതുകൊണ്ടാണ് പൊടി കുറച്ച് കൂടുതൽ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ബാറ്റർ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കാം. പിന്നെ ഒരു ദോശക്കല്ല് നമ്മൾ ആദ്യം തന്നെ ചൂടാക്കി വെക്കണം. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ പാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പം അതൊരു മീഡിയം ലോ ഫ്ലെയിമിൻ്റെ ഇടയിലുള്ള ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒത്തിരി സമയം എടുക്കും ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മീഡിയമിനും ലോ ഫ്ലെയിമിൻ്റെ ഇടയിലുള്ള ഫ്ലെയിമിൽ വെക്കുക. അത് സ്റ്റൗവിനനുസരിച്ചിട്ട് മാറുവേ. വലിയ ഫ്ലെയിം ആണെങ്കിൽ അതിലും കുറച്ച് വെക്കേണ്ടി വരും, ചെറിയ സ്റ്റൗ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട്. പിന്നെ ഞാൻ അടച്ച് വെക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഞാനൊരു പേപ്പർ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കവർ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ.
അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് ഞാൻ പിന്നെ ഇത് ഈ ടൈം ലാപ്സ് മോഡിൽ എടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. പക്ഷെ ഒത്തിരി സമയം എടുക്കും. പിന്നെ ആ വെള്ളം വരുന്നത് കണ്ടോ, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് തുടച്ചു കൊടുക്കണം. പിന്നെ എനിക്കിപ്പം 1.5 മണിക്കൂറാണ് ഇവിടെ ശരിക്കും വന്നത്. 1.5 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പം 2 കപ്പ് പൊടി ഉള്ളത് കൊണ്ട് മാവ് കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു 1.5 മണിക്കൂർ എടുത്തത്. പിന്നെ ചെറിയ പാനും അതുപോലെ ഇച്ചിരി മാവ് ഉള്ളെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറയും നമ്മുടെ സമയം. അപ്പം ഇനി ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം ബീറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. കോഫി കേക്ക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുമ്മാ കഴിക്കാം. പിന്നെ വെറുതെ കഴിക്കുവാണ് ക്രീം ഇല്ലാതെ കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മധുരം കൂടുതൽ ഇട്ടാൽ മതി. ഇപ്പം ഞാൻ എന്തായാലും ബീറ്റ് ചെയ്ത് ക്രീം എടുക്കാൻ പോവാണ്. അപ്പം കോഫി കേക്ക് ആയതുകൊണ്ട് ഇച്ചിരി കോഫിയുടെ ആ ഒരു ഡിക്കോഷൻ പോലെ ഉണ്ടാക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ 2 ടീസ്പൂണോളം പൊടി ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. അതിന് ശേഷം ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടാണ് ആ ഒരു ഡിക്കോഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അതാണ് ക്രീമിൽ ചേർത്തിക്കുന്നത്. ഇനി അപ്പോൾ ആ ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തത് ഞാൻ ചുമ്മാ ഒന്ന് ഇതിലോട്ട് പരത്തി എടുക്കുകയാണ്. ഷേപ്പൊന്നും ആയില്ല. നമ്മുടെ കയ്യിൽ ആ ഒരു സ്പാച്ചിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം ഈ ഒരു കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം എങ്ങനെയൊക്കെ ചുമ്മാ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ക്രീം വെറുതെ ഏത് ഡിസൈനിൽ വേണമെങ്കിലും കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അഥവാ ക്രീം വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും എൻ്റെ കലാവിരുദ്ധമൊന്നും പരീക്ഷിച്ചതാണ്. പക്ഷെ അതൊന്നും ശരിയായില്ലേ. അപ്പം ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റും കൂടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടു. അപ്പം പിന്നെയും കുഴപ്പമില്ല, വൃത്തികേടൊക്കെ ഒന്ന് മാറി കിട്ടിയെന്ന് തോന്നി. പിന്നെ ഒന്ന് സ്ട്രോബെറി കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ്. സ്ട്രോബെറിയും ഇതും തമ്മിൽ ഒരു മാച്ചും ഇല്ല. പക്ഷെ കളർ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. പക്ഷെ കഴിക്കുമ്പോൾ ആ സ്ട്രോബെറിയൊക്കെ മാറ്റിയിട്ടാണ് കഴിച്ചത്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക്. ശരിക്കും നല്ല ടേസ്റ്റിയായ കേക്കാണ്. പിന്നെ പാനിൽ വെക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അടിഭാഗത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ മേളിലോട്ട് കിട്ടില്ല. കാരണം താഴെ കൂടുതൽ ഹീറ്റ് വരുന്നുണ്ട്. പക്ഷെ ഇതേ പ്രോസസ്സ് നമ്മൾ അവനിലാണ് ചെയ്യുന്നതെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. പക്ഷെ നമ്മുടെ പാനിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട്. എങ്കിലും അത് കേക്ക് പോലെ തന്നെ ഇരിക്കും. ഇത് കണ്ടോ, രണ്ടും 2 കളറിലായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം എല്ലാവരും ആദ്യത്തെ പീസ് എവിടെ പോയി എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ 2ാമത്തെ പീസ് കട്ട് ചെയ്യുന്നതുകൊണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാനിൽ തന്നെ അല്ലേ ക്രീമൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ പീസ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അത് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നേ ഇല്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ നമ്മളിപ്പം സാധാരണ കേക്കാണെങ്കിൽ പുറകിലോട്ട് വലിച്ചിട്ട് എടുക്കാം. നമ്മൾ സാധാരണ പ്ലേറ്റിലോ അല്ലെങ്കിൽ ആ ഒരു കേക്കിൻ്റെ ആ ഒരു ഇതിലാണ് വെക്കുന്നതെങ്കിൽ. പക്ഷെ ഇതിപ്പം പാൻ ആയതുകൊണ്ട് ചുറ്റും അടഞ്ഞിരിക്കുമല്ലേ. അപ്പം അതുകൊണ്ട് പുറകോട്ട് വലിക്കാനും പറ്റുന്നില്ലായിരുന്നു. മേളിലോട്ട് പൊക്കിയപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ താഴ്ഭാഗം ഒന്ന് ഇങ്ങനെ പാനിലങ്ങ് സ്റ്റിക്കായ പോലെ കിടക്കുമായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്തപ്പോൾ അങ്ങ് ഒരുമാതിരി ആയിട്ട് വന്നു, ഷേപ്പില്ലാതെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2ാമത്തെ പീസ് ശ്രദ്ധിച്ച് കട്ട് ചെയ്തത്. അതിപ്പം ഇങ്ങോട്ട് നീക്കാൻ പറ്റുമല്ലോ, ആ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2ാമത്തെ പീസിലോട്ട് നേരിട്ടങ്ങ് കടന്നത്. പിന്നെ തിരിച്ചിടേണ്ട ഒരാവശ്യമില്ല ശരിക്കും കേക്ക് എന്ന് പറയാൻ. കാരണം തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊന്ന് ചൂടാക്കി എടുക്കണം താഴ്ഭാഗം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇതുപോലെ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. തിരിച്ചിടാതെ തന്നെ മേളിൽ തന്നെ ക്രീമാക്കി എടുക്കാം. ഞാനിപ്പം ബാക്ക് സൈഡ് കാണിക്കാൻ വേണ്ടി തിരിച്ചിട്ടതാണ്. അപ്പോഴത്തേക്കും പിന്നെ അതങ്ങ് തിരിഞ്ഞു പോയി, താഴോട്ട് അങ്ങനെ ആയിപ്പോയി. ഭയങ്കര സോഫ്റ്റാണ് ഈ കേക്ക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പാനിലൊന്ന് ഉണ്ടാക്കി നോക്കുക. പാനിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരേപോലെ വരത്തില്ല. താഴ്ഭാഗത്ത് മാത്രമല്ലേ കൂടുതൽ ഹീറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് താഴ്ഭാഗമായിരിക്കും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. മോൾ ഭാഗം അത്ര കിട്ടില്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഓവൻ ഇല്ലാതെ തന്നെ ഇങ്ങനെയും ഉണ്ടാക്കാം. ഇനി അഥവാ ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ആ കുക്കർ മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഈ പാൻ കേക്കും കുഴപ്പമൊന്നുമില്ല. പാൻ കേക്ക് എന്ന് പറയുമ്പോൾ പാനിലുള്ള കേക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. ഇപ്പം എല്ലാവരുടെയും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു കേക്കാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം കുഞ്ഞു ലഞ്ചും അതുപോലെ തന്നെ ഒരു ചെറിയ കേക്കിൻ്റെ റെസിപ്പി മാത്രമേ ഇന്ന് ഉണ്ടായുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി നമുക്ക് നാളെ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.